ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഹരിയാന, രാജസ്ഥാൻ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിൽ വലിയ പദ്ധതികൾക്ക് തുടക്കം കുറിക്കുന്നത്. അതേസമയം UAE സന്ദർശനത്തിന് ശേഷം തിരികെ വന്ന പ്രധാനമന്ത്രിയാണ് ഇന്ന് ഹരിയാനയിലേക്ക് എത്തുന്നത്. UAE സന്ദർശനത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ തീരുമാനമായിട്ടുണ്ട്. പ്രധാനപ്പെട്ട ചർച്ചകളൊക്കെ നടന്നു. ഈ ചർച്ചകളും അതോടൊപ്പം തന്നെ സന്ദർശനവും, പ്രത്യേകിച്ച് ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനവുമൊക്കെ ഈ തെരഞ്ഞെടുപ്പിലും മോദിക്ക് ഗുണം ചെയ്യുമോ എന്നാണ് വിലയിരുത്തേണ്ടത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഗൾഫ് സന്ദർശനം 3 ദിവസം നീണ്ട ഈ സന്ദർശനത്തിന് പ്രത്യേകതകൾ ഏറെയായിരുന്നു. പ്രധാനമന്ത്രി എന്ന നിലയിലുള്ള ഗൾഫ് സന്ദർശനം, അവസാനത്തെ ഗൾഫ് സന്ദർശനം എന്ന് നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം. അല്ലെങ്കിൽ മോദി രണ്ടാമത്തെ തവണ പ്രധാനമന്ത്രി എന്ന നിലയിൽ തെരഞ്ഞെടുക്കപ്പെട്ട നരേന്ദ്രമോദിയുടെ അവസാനത്തെ ഗൾഫ് സന്ദർശനം എന്ന് നമുക്കിതിനെ വിശേഷിപ്പിക്കാം. അങ്ങനെയെങ്കിൽ പോലും എന്തുകൊണ്ട് ഈ സന്ദർശനത്തിന് ഇത്രയേറെ പ്രത്യേകതകൾ ഉണ്ട് എന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ എടുത്തു പറയേണ്ടത് ക്ഷേത്ര ഉദ്ഘാടനം 1, 2 അതുപോലെ തന്നെ ഖത്തർ, ബഹ്റിൻ എന്നീ രാജ്യങ്ങളിലേക്കുള്ള സന്ദർശനം. ബഹ്റിനിലേക്ക് എത്തുന്ന ദീർഘനാളുകൾക്ക് ശേഷം എത്തുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന സവിശേഷതയാണ് ഈ സന്ദർശനത്തിലൂടെ നരേന്ദ്രമോദി നേടിയെടുത്തത്. അതുപോലെ തന്നെ ഖത്തർ അമീറുമായിട്ടുള്ള കൂടിക്കാഴ്ച, ഗാർഡ് ഓഫ് ഓണർ അടക്കം നൽകി അദ്ദേഹത്തെ സ്വീകരിക്കുന്ന ഒരു കാഴ്ച, ഇത്രയേറെ പ്രാധാന്യത്തോടുകൂടി അല്ലെങ്കിൽ അബുദാബിയിലേക്ക് എത്തുമ്പോഴത്തേക്കും അഹ്ലാൻ മോദി എന്ന് അടക്കമുള്ള ഒരു വലിയ പൊതുപരിപാടി സംഘടിപ്പിച്ച അദ്ദേഹത്തിനെ സ്വീകരിക്കുന്ന രീതി, ഈ സമ്മേളനത്തിൽ വിവിധ ഭാഷകളിൽ സംസാരിച്ച് ഇന്ത്യൻ സമൂഹത്തെ, അതായത് അബുദാബിയിലുള്ള ഇന്ത്യൻ സമൂഹത്തെ അദ്ദേഹം നെഞ്ചോട് ചേർക്കുന്നു അല്ലെങ്കിൽ കയ്യിലെടുക്കുന്ന ഒരു രീതി, ഇതെല്ലാം വളരെയധികം പ്രാധാന്യത്തോടു കൂടി തന്നെ വീക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് പൊതു തെരഞ്ഞെടുപ്പ് അടുത്ത ഒരു സാഹചര്യത്തിൽ ഗൾഫ് മേഖലയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഗൾഫ് മേഖലയുമായിട്ടുള്ള ഇന്ത്യയുടെ ബന്ധം എന്ന് പറയുന്നത് വളരെ ദീർഘനാളത്തെ ഒരു ബന്ധമാണ്. കാരണം ഗൾഫ് മേഖലയിലെ ഏറ്റവും കൂടുതൽ ഉള്ള വിദേശ പൗരന്മാരെന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്നുള്ളവരാണ്. അതിൽ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഭൂരിഭാഗം പേരും വരുന്നത് ദക്ഷിണേന്ത്യയിൽ നിന്നാണ്. ഇത് തന്നെയാണ് അതിൻ്റെ പ്രധാന ഘടകം എന്ന് പറയുന്നത്. കാരണം ദക്ഷിണേന്ത്യയിലേക്കുള്ള BJPയുടെ വേരോട്ടം വർദ്ധിപ്പിക്കാനുള്ള ഒരു നീക്കങ്ങൾ സജീവമായിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം. ഇത് 7ാം തവണയാണ് പ്രധാനമന്ത്രി അബുദാബി സന്ദർശിക്കുന്നത്. ഏറ്റവും കൂടുതൽ തവണ സന്ദർശിച്ചിട്ടുള്ള ഗൾഫ് രാജ്യം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഇത് തന്നെയായിരിക്കും. അത്തരത്തിൽ നിരവധി ഇത്തരത്തിൽ ഗൾഫ് മേഖലയുമായിട്ട് അടുക്കാനുള്ള ശ്രമങ്ങൾ നിരവധിയാണ് നടത്തിയിട്ടുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അദ്ദേഹം അധികാരത്തിലെത്തിയ ശേഷം ആദ്യം സർക്കാരിലൂടെ തന്നെ ഗൾഫ് മേഖലയിലടക്കം അദ്ദേഹം എത്തിപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും രണ്ടാമത്തെ സർക്കാരിന്റെ അധികാരം അവസാനിക്കാറായ ഒരു പൊതു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹം നടത്തുന്ന സന്ദർശനത്തിന് അതുകൊണ്ട് തന്നെ പ്രാധാന്യമേറെയാണ്. പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആളുകൾ കൂടുതലും ഗൾഫ് മേഖലയിൽ താമസിക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന അവിടുത്തെ പ്രവാസി സമൂഹത്തിന്റെ ഭൂരിഭാഗം പേരും ദക്ഷിണേന്ത്യയിൽ നിന്ന് വരുന്നു എന്നുള്ളതും ഒരു വലിയ പ്രത്യേകതയാണ്. ക്ഷേത്ര ഉദ്ഘാടനം അല്ലെങ്കിൽ ഹിന്ദുത്വം എന്ന വാദത്തിനപ്പുറം അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പ്രാധാന്യം കൂടി ഈ സന്ദർശനത്തിന് ഉണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരും. അതുതന്നെയാണ് ഇതിലെല്ലാം നമുക്ക് ഈ സന്ദർശനത്തിലുടനീളം നമുക്ക് ദർശിക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി മോദിയുടെ പ്രസംഗത്തിലെ അടക്കം ഉപയോഗിച്ച ഭാഷകൾ, 1-ലേറെ ഭാഷകൾ അദ്ദേഹം ഉപയോഗിച്ചു. അതിൽ പലതും ദക്ഷിണേന്ത്യയിൽ നിന്നുള്ളവയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു തരത്തിൽ അല്ലെങ്കിൽ ഇത്തരത്തിൽ പലതരത്തിൽ പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യയിലേക്ക് കൂടുതൽ അദ്ദേഹം എത്തുന്നു. കേരളത്തിലേക്ക് അദ്ദേഹം വീണ്ടും വരുന്നൊരു സാഹചര്യമുണ്ട്. ഈ മാസം വീണ്ടും വരുന്നു. അതായത് 2-3 മാസത്തിനുള്ളിൽ കേരളത്തിലേക്ക് എത്തുന്നത് 4ാമത്തെ തവണയായിരിക്കും അദ്ദേഹം. തമിഴ്നാട്ടിലും അതുപോലെ തന്നെ അദ്ദേഹം സന്ദർശനം നടത്തുന്നുണ്ട്. ഇത്തരത്തിൽ ദക്ഷിണേന്ത്യയിലേക്കുള്ള അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയുമായി കൂടുതൽ അടുക്കാനുള്ള ശ്രമങ്ങൾ BJP ശക്തമാക്കുന്ന ഒരു സാഹചര്യം, ഇതിനെയൊക്കെ ഈ പശ്ചാത്തലത്തിൽ കൂടി വേണം ഈ ഗൾഫ് സന്ദർശനത്തിനെ കാണാൻ. അതാണ് 130 സീറ്റുകളാണ് ദക്ഷിണേന്ത്യയിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ ദക്ഷിണേന്ത്യയിലേക്ക് കൂടുതൽ വേരോട്ടം ശക്തിപ്പെടുത്തുക എന്നത് BJPയുടെ അജണ്ടകളിൽ ഒന്നാണ്. രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് തൊട്ടു മുമ്പ് തന്നെ കേരളം, തമിഴ്നാട് ഉൾപ്പെടെയുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ അദ്ദേഹം എത്തിയിരുന്നു. ഏറ്റവും കൂടുതൽ ദക്ഷിണേന്ത്യക്കാർ ജോലി ചെയ്യുന്ന പ്രവാസികളായിട്ടുള്ള UAEയിൽ സന്ദർശനം നടത്തുന്നതും അതോടൊപ്പം തന്നെ ഇന്ത്യക്കാരായ ആളുകളെ 8 പേരെ ഇന്ത്യയിലേക്ക് തിരികെ എത്തിക്കുവാനുള്ള നയതന്ത്രം കുവൈറ്റുമായി അടക്കം നടത്താനൊക്കെ സാധിച്ചിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ സന്ദർശനത്തെ നാഷണൽ ഡെസ്കിൽ നിന്നും അശ്വിനി വിലയിരുത്തി.